എല്ലാം തുടങ്ങിയത് അയ്യപ്പ സംഗമത്തിൽ നിന്നാണ്. അയ്യപ്പ സംഗമം പൊളിച്ചേ തീരും. അയ്യപ്പ സംഗമം സുഗമമായി നടന്നാൽ LDFന് വലിയ രാഷ്ട്രീയ നേട്ടമുണ്ടാകും. അതുകൊണ്ട് അയ്യപ്പ സംഗമം പൊളിക്കണം. ഇത് നേരത്തെ UDF ആലോചിച്ച് ഉറപ്പിച്ച തീരുമാനമായിരുന്നു. അതിന് മാധ്യമങ്ങളെ ഒപ്പം കൂട്ടി വലിയ ഗൂഢാലോചന നടന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തൽ വന്നത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന് താഴെയുള്ള പീഠം കാണാനില്ല, സ്വർണം പൂശിയ പീഠം കാണാനില്ല എന്ന വെളിപ്പെടുത്തൽ നടത്തിയത് സ്വാഭാവികമായും വലിയ വാർത്തയായി, വലിയ ചർച്ചയായി. ആ വാർത്തയിലും ചർച്ചയിലും ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ നിറം മങ്ങി. അതൊരു യാഥാർത്ഥ്യമാണ്. അവിടെ നിന്നാണ് അന്വേഷണം ആരംഭിക്കുന്നത്. ദേവസ്വം ബോർഡ് വിജിലൻസ്, ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള വിജിലൻസാണ്. സംസ്ഥാന പോലീസിൽ നിന്നാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നത്. വിജിലൻസ് അന്വേഷണം ആരംഭിച്ച് അവസാനം പീഠം കണ്ടെത്തി. എവിടെ വെച്ച്? ആരോപണം ഉന്നയിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധു വീട്ടിൽ നിന്നും ഒളിപ്പിച്ച് വെക്കുകയായിരുന്നു പീഠം. അത് പിന്നീട് കണ്ടെത്തി. പക്ഷേ ദേവസ്വം വിജിലൻസ് വിശദമായ പരിശോധനയും അന്വേഷണം നടത്തിയപ്പോൾ കണ്ടെത്തിയ കാര്യങ്ങൾ ഹൈക്കോടതിയെ അറിയിച്ചു. ദ്വാരപാലക ശില്പത്തിൻ്റെ താഴെയുള്ള പീഠം മാത്രമല്ല, ദ്വാരപാലക ശില്പത്തിലും കട്ടിളപ്പാളിയിലും സ്വർണം പൂശിയതിലും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ഞെട്ടിക്കുന്ന വിവരമാണ്. അവിടെ നിന്നാണ് അന്വേഷണം ആരംഭിക്കുന്നത്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ, ദേവസ്വം ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിൽ ആ അന്വേഷണം ഇപ്പോൾ ചെന്നെത്തി നിൽക്കുന്നത് സോണിയാഗാന്ധിയുടെ വീട്ടുപടിക്കലാണ്. സോണിയാഗാന്ധിയുടെ വാതിലിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നാളെ മുട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്താണ് സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി വലിയ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ, അതിലൂടെ വോട്ട് ഉറപ്പിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നു. അത് കഴിഞ്ഞാൽ നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് വരുന്നു. സ്വാഭാവികമായും അയ്യപ്പ സംഗമവും ശബരിമലയും വിഷയമാക്കി മാറ്റിയാൽ സംസ്ഥാന സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ചർച്ചയാകാതിരിക്കും. അതാണ് വേണ്ടത്. വൈകാരികമായി മുതലെടുപ്പ് നടത്തുക, ഹിന്ദു വോട്ടുകൾ ആകർഷിക്കുക. മുസ്ലിം വോട്ടുകൾ ഇതിനകം പോക്കറ്റിലാക്കിയിട്ടുണ്ട് UDF. ഇനി വേണ്ടത് ഹിന്ദു വോട്ടുകളാണ്. അത് ശബരിമല വിഷയത്തിൽ കേന്ദ്രീകരിപ്പിക്കാൻ കഴിയും. ഇതായിരുന്നു UDF കണക്ക് കൂട്ടിയത്. നേരത്തെ അത്തരമൊരു കേന്ദ്രീകരണം ഉണ്ടായിരുന്നു UDFന് അനുകൂലമായി ശബരിമല സമരത്തിൻ്റെ ഘട്ടത്തിൽ. അത് വീണ്ടും ആവർത്തിക്കും. ഇതായിരുന്നു UDFൻ്റെ കണക്കുകൂട്ടൽ. അതിലേക്ക് തന്നെ കാര്യങ്ങൾ പോയിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കി UDF, സംശയമില്ല. അതിൽ ഒരു ഘടകം, ആ നേട്ടത്തിൻ്റെ ഒരു ഘടകം ശബരിമല വിഷയം തന്നെയായിരുന്നു. അതിനുശേഷമാണ് സംഭവം മെല്ലെ തിരിഞ്ഞത്. എവിടത്തേക്ക്? സോണിയാഗാന്ധിയിലേക്ക്, അടൂർ പ്രകാശിലേക്ക്, ആന്റണി MP-യിലേക്ക്. അടൂർ പ്രകാശ് ചെറിയ നേതാവല്ല. ഇപ്പോൾ CPIM നേതാക്കൾ ജയിലിൽ കിടക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ആരൊക്കെയാണ്? അതിൽ ഏറ്റവും മുതിർന്ന നേതാവ് അത് CPIMൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാറാണ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഇപ്പോൾ പോകുന്നത് ആരുടെ അടുത്തേക്കാണ്? UDFൻ്റെ കൺവീനർ, MP, സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട UDF നേതാക്കൾ, KPCC പ്രസിഡന്റ്, UDF കൺവീനർ, പ്രതിപക്ഷ നേതാവ് എന്നിവരാണ്. അങ്ങനെ മൂന്നാമനിൽ ഒരാളിലേക്കാണ് അന്വേഷണം പോകുന്നത്, അടൂർ പ്രകാശിലേക്ക്. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് SIT. അടൂർ പ്രകാശിൽ മാത്രം നിൽക്കുമോ? ആന്റണിയെ ചോദ്യം ചെയ്യും വരും ദിവസങ്ങളിൽ. ആന്റണി MP കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ച ആളുകളിൽ ഒരാളാണ് ആന്റണി. അദ്ദേഹത്തെയും SIT ചോദ്യം ചെയ്യാൻ പോകുന്നു. അറസ്റ്റ് ഉണ്ടാകുമോ എന്നതൊക്കെ പിന്നീട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നത് ചെറിയ കാര്യമല്ല. അവിടെയും നിൽക്കുമോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും തമ്മിലുള്ള ബന്ധമെന്ത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം സോണിയാഗാന്ധിയുണ്ട്. സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൂടെ മറ്റൊരാൾ കൂടിയുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ ജയിലിൽ കിടക്കുകയാണ് ഇപ്പോൾ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും ഈ ഗോവർദ്ധനുമായും സോണിയാഗാന്ധിക്ക് എന്തു ബന്ധം? അടൂർ പ്രകാശിന് എന്തു ബന്ധം? ആന്റണിക്ക് എന്തു ബന്ധം? ഇതാണ് ഇനി SIT അന്വേഷിക്കുന്നത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുക എന്ന് വെച്ചാൽ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് SIT എത്തും. യാതൊരു സംശയവും വേണ്ട. അത് തടയാൻ കോൺഗ്രസിന് കഴിയുമോ?
എന്തിനു വേണ്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രംഗത്തിറക്കിയത്? ആരാണ് രംഗത്തിറക്കിയത്? UDF ആണ്. രാഷ്ട്രീയ നേട്ടത്തിനാണ്. ഇപ്പോഴിതാ അതെല്ലാം തിരിച്ചടിക്കുന്നു. ഇതെല്ലാം ചെന്നെത്തുന്നത് സോണിയാഗാന്ധിയിലേക്കാണ്. കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ചെവിക്ക് പിടിക്കും AICC എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. വടക്കാക്കി തനിക്കാക്കുക എന്ന UDFന്റെ രാഷ്ട്രീയ തന്ത്രം അതാണ് ഇവിടെ തകർന്നു വീഴുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം UDFന് വമ്പിച്ച വൻ തിരിച്ചടിയാകാനാണ് സാധ്യത. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. UDF നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവർ മനസ്സിൽ കാണുമ്പോൾ അതിൻ്റെ ഫലം മാനത്ത് കാണുന്ന ആളാണ് പിണറായി വിജയൻ എന്ന് മനസ്സിലാക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിഞ്ഞില്ല. വരും ദിവസങ്ങളിൽ അവർക്കത് ബോധ്യപ്പെടും. കണ്ടു പഠിക്കാത്തവർ കൊണ്ടേ പഠിക്കൂ എന്ന് പറയാറില്ലേ? അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്.